ഹലോ ഗായ്സ്, ബീഫ് കൊണ്ടൊരു അടാർ മന്തി ആയാലോ ഇന്ന്. വളരെ ടേസ്റ്റിയായ ഈ ബീഫ് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 മാഗി ക്യൂബ്, 1 വലിയ ഉള്ളി, 1 വലിയ ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓൾ സ്പൈസസ്, ആവശ്യത്തിന് ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വന്ന ബീഫ് മറ്റൊരു പാത്രത്തിലേക്കിട്ട് മൊരിച്ചെടുക്കുക. ശേഷം വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഈ പാനിലേക്കിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്, അത് ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് സ്മോഗ് ഇറക്കി വെച്ച് 1 മണിക്കൂർ ദമ്മിലിടുക. ഇത് ദമ്മൊന്ന് പൊട്ടിക്കുമ്പോൾ ഇതിൽ നിന്നൊരു കിടിലൻ മണം വരും. അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്